താത്തൈ തിത്തിത്തൈ താത്തൈ തിത്തിത്തൈ. എന്താ അവിടെ? താളം തെറ്റിച്ചത് ഈ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളവിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്കൂടെ തോന്നണ്ടേ? നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ടയിട്ടോ. മതി മതി, നിർത്ത. ഇനി നമുക്ക് തുടങ്ങാം. പിണക്കമാണു എന്നോടിണക്കമാണു, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. മിടുക്കിപ്രാവിൻ നെഞ്ചിൻ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ. കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചില്ലേ, മാനത്തെ ചന്ദനമായി നീ തെളിഞ്ഞില്ലേ. കളമൊഴി വെറുതെയോ, കവിളിലെ പരിഭവം. നിർത്ത്. എന്താ ഇത്? നിങ്ങൾ ഇവിടെ ഇണക്കമാണോ പിണക്കമാണോ എന്ന് പാടിക്കളിക്കുകയാ. ഇന്ന് കൽക്കട്ടയിൽ നിന്നും നകുലനും ഭാര്യയും വരുന്ന ദിവസമാ. അച്ഛന്റെ കരുനാക്ക ദാ അവരെത്തി. അമ്മാമേ, അമ്മാമേ. മോളെ, ഇതാരൊക്കെയാ വന്നിരിക്കണേ നോക്കിയേ. കൽക്കട്ട പോയതിനു ശേഷം നകുലേട്ടനാകെ അങ്ങ് കരിക്കട്ട പോലെയായി. അമ്മാമേ, അമ്മാമയെ കിടലം കൊള്ളിക്കുന്ന പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്താ അമ്മാമേ, ഞാൻ ഇനി കൽക്കട്ടയിലേക്ക് പോകുന്നില്ല. നന്നായി. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോന്ന് അറിയില്ല. മാടമ്പിള്ളിയിൽ യക്ഷിയുണ്ട്, ചാത്തനുണ്ട്, ജിന്നുണ്ട്. മാടമ്പിള്ളിയിൽ താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ തെക്കിനി തുറക്കരുത്. പട്ടിണി കിടന്ന് മരിച്ച ദുരാത്മാക്കൾ തളർന്നുറങ്ങുന്ന സ്ഥലമാ തെക്കിനി. കുട്ടികൾ പെട്ടിയെടുത്ത് അകത്ത് വെക്കുക, അല്ല പിന്നെ. നകുലേട്ടനല്ലേ പറഞ്ഞത് ഇവിടെ അമൂല്യങ്ങളായ രത്നങ്ങളുണ്ടെന്ന്? എന്നിട്ടിപ്പോ അമ്മാവും പറയുന്നു തെക്കിനി തുറക്കരുതെന്ന്. എടി മണ്ടിപ്പെണ്ണെ, തെക്കിനി തുറക്കരുതെന്ന് പറയുന്നത് അമ്മാവന്റെ ഒരു ടെക്നിക്കല്ലേ? ആണോ? അതുകൊണ്ട് ഈ തറവാട്ടിലെ എല്ലാ തെക്കിനെയും നീ തുറക്കണം. അതിന് താക്കോല് വേണ്ടേ? എടി, അതിനു വേണ്ടിയല്ലേ ഞാൻ ചന്തുവിനെ വിട്ട് തെക്കിനിയുടെ താക്കോല് തന്നെ പണിയിപ്പിച്ചത്. ഇന്നാ കൊണ്ടുപോയി തുറക്ക്. ചന്തു, തെക്കിനി ആരോ തുറന്നിരിക്കണു. അമ്മാവാ, എന്താണോ? അമ്മാവാ, കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത്. സാരിക്ക് തീ പിടിക്കുന്നു, ക്ലോക്ക് താഴെ വീഴുന്നു, തലയുടെ മുകളിൽ കൂടെ കിണ്ടി പറക്കുന്നു. അങ്ങനെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? താനെന്താ ഉദ്ദേശിക്കണെന്നൊന്ന് തെളിച്ചു പറയണോ? അമ്മാമേ, ശ്രീദേവിക്ക് ഭ്രാന്താണ്, ഭ്രാന്ത്. എന്താ താനീ പറയണേ? എന്റെ ശ്രീദേവിക്ക് ഭ്രാന്തോ? അമ്മാമ ഇനി ഒന്നും പറയണ്ട. അതിനുള്ള പ്രതിവിധിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ത് പ്രതിവിധി? അമേരിക്കയിലുള്ള എന്റെ ഫ്രണ്ട് സണ്ണി ഇന്ന് ഇവിടെ എത്തും. സണ്ണി വന്നു കഴിഞ്ഞാൽ ശ്രീദേവിയുടെ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഭ്രാന്ത് മാറ്റും. ഇനി വരണതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് അനുഭവിക്കുക. എടാ സണ്ണി, നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ലോകത്തുള്ള സകലരെയും വിളിച്ചു. എടാ നകുല, എന്നെ കിട്ടണമെങ്കിൽ എന്നെ തന്നെ വിളിക്കണം. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഈ നമ്പർ നീ ഇതുവരെ മാറിയില്ലേ? എടാ സണ്ണി, ഇവിടുത്തെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. പ്ലീസ് ഹെൽപ്പ് മീ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്നത്തെ രാത്രി നീ എനിക്ക് താ. കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഞാനൊന്ന് പഠിക്കട്ടെ. ഹലോ, നമ്മളിതുവരെ പരിചയപ്പെട്ടില്ല. എന്താ പേര്? ശ്രീദേവി. മൂദേവിയോ? മൂദേവിയല്ല, ശ്രീദേവി. മുഖം കണ്ടാലും പറയും ശ്രീദേവി തന്നെയാണെന്ന്. പക്ഷെ എന്തോ നിഗൂഢതകൾ ഉള്ളിലുണ്ട്. ഒരു സത്യം പറയാലോ, ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇടനെഞ്ചിൽ നിന്നൊരു കിളി പറയുന്നത് പോലെ തോന്നി. ആണോ? സത്യം? സത്യം. പലവട്ടം ഞാൻ ആലോചിച്ചു നോക്കി. ഒടുവിൽ എന്റെ മനസ്സ് പറഞ്ഞു, നീ എന്റെ പെണ്ണ് തന്നെയാന്നു. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടെന്നൊരു നാളും പൂക്കാമാൻ കൊമ്പിൽ പ്രിയമുള്ളൊരാളാരോ വരുവാ
யாரது யாரது? ഞാൻ ശങ്കരൻ തമ്പി. துரோகி! கதவை தர! தர கதவை! கதவை தர! നീ ആര്? நானா? சண்டாளா! என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. എതുക്കാக വന്നേ? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. கதவை தர! സണ്ണി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി? അതൊക്കെ പിന്നെ പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ ഉദ്ദേശിക്കുന്നത് പോലെ മാടമ്പള്ളിയിലെ മാനസിക രോഗി ശ്രീദേവി അല്ല, പിന്നെ നിന്റെ ഭാര്യ ഗംഗയാണ്. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. ഇന്ന് ഗംഗയിലെ മാനസിക രോഗി പൂർവാധികം ശക്തി പ്രാപിക്കും. ஒரு முறை வந்து பார்த்தாயா நீ, ஒரு முறை வந்து பார்த்தாயா? ஒரு முறை வந்து பார்த்தாயா? തരികിട ജണുത ധിമിത തരികിട തോം 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 മപസാനിദ ബമസാനിദ. ദൈവമേ, ഇനിയിപ്പോൾ കടമറ്റത്ത് കത്തനാർക്ക് മാത്രമേ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ. என்ன போக விடு, நான் அவனை கொல்லணும். ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എന്റേതാണ്, കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ്. യു ആർ ഗംഗ. നീ ഗംഗയാണ്. 3 സെക്കൻഡിനകം ഗംഗയുടെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു. Tell me, who are you? പറയൂ, നീ ആരാണ്? நான் தாண்டா நாகவல்லி. ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? അയ്യോ, പണി പാളി. എവരിബഡി എസ്കേപ്പ്.